നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സ്വർണം പണയം വെക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. സാധാരണഗതിയിൽ നമ്മൾ ഒരു ധനകാര്യ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ബാങ്കിലോ ചെന്ന് നമ്മുടെ കൈവശമുള്ള സ്വർണ്ണാഭരണങ്ങൾ അവിടെ പണയം വെക്കുകയും ഒരു ഗ്രാമിന് ബാങ്ക് നിശ്ചയിക്കുന്നതിൽ നമ്മൾ ആവശ്യപ്പെടുന്ന തുക നമ്മുടെ അക്കൗണ്ടുകളിലോ നമ്മുടെ കൈകളിലോ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കൈകളിൽ എത്തുകയും ചെയ്യുകയാണ് സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരാറുള്ളത്. എന്നാൽ ഇനി സ്വർണ്ണാഭരണത്തിൽ അടിമുടി മാറ്റങ്ങൾ വരികയാണ്. അതിൻ്റെ പണ രീതിയിൽ തന്നെ അടിമുടി മാറ്റങ്ങൾ വരികയാണ്. എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത്, അതുപോലെ തന്നെ ഇപ്പോൾ ബാങ്കിൽ സ്വർണ്ണമുള്ള ആളുകൾക്ക് അതെങ്ങനെ ബാധിക്കും, ഇനി സ്വർണ്ണാഭരണങ്ങൾ ബാങ്കിൽ പണയം വെക്കാൻ പോകുന്ന ആളുകൾ എന്തെല്ലാം രേഖകൾ ഹാജരാക്കേണ്ടി വരും എന്നതിനെക്കുറിച്ചെല്ലാം നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസത്തെ നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മൾ നിങ്ങളോട് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഗവൺമെൻറ് സർവീസുകളും സേവനങ്ങളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഏറ്റവും പുതിയ വീഡിയോകൾ കാണാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സ്വർണ്ണാഭരണവുമായി നമ്മൾ ധനകാര്യ സ്ഥാപനത്തിലോ ബാങ്കിലോ ചെന്ന് കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ പരിശുദ്ധിയും മറ്റു കാര്യങ്ങളും നിർദ്ദേശിച്ച് നമ്മൾക്ക് ആവശ്യമുള്ള തുക സാധാരണ നമുക്ക് ലഭിക്കാറുണ്ട്. ഇനി അങ്ങോട്ട് അത് അടിമുടി മാറുകയാണ്. നമുക്കത് തിരിച്ചടക്കാനുള്ള ശേഷിയുണ്ടോ എന്നുള്ള ഒരു പരിശോധന, അതുപോലെ തന്നെ നമുക്ക് സിവിൽ സ്കോറും മറ്റു കാര്യങ്ങളും പരിശോധന, അങ്ങനെ ഒരുപാട് കടമ്പകൾക്ക് ശേഷമായിരിക്കും ഇനി സ്വർണ്ണാഭരണം നമുക്ക് പണയം വെക്കാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്നൊരു കാര്യമാണ്. നമ്മൾ പണമില്ലാതെ ബുദ്ധിമുട്ടാകുന്ന സമയങ്ങളിലാണ് സാധാരണഗതിയിൽ നമ്മൾ സ്വർണ്ണാഭരണവുമായി ബാങ്കിലേക്ക് എത്താറ്. ഇനി അങ്ങോട്ട് നമുക്ക് തിരിച്ചടക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളൊരു പരിശോധന ആദ്യം നടത്തും. അതിന് നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഹാജരാക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് ലോൺ എടുത്ത് കറക്റ്റായി തിരിച്ചടച്ച ആളുകളാണോ, അതുപോലെ തന്നെ നമ്മൾ പണമിടപാട് നടത്തുന്ന ആളുകളാണോ എന്നെല്ലാം നോക്കാൻ വേണ്ടി നമ്മുടെ സിബിൽ സ്കോറും ചെക്ക് ചെയ്യും. 750 മുകളിലോട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഇനി ഇതിനെല്ലാം സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇനി നമ്മൾ കൈവശം നമ്മൾ എടുക്കുന്ന പണം ഒരു വർഷത്തേക്കാണ് അത് കാലാവധി ഉണ്ടാവാറ്. 6 വർഷത്തിൽ മുഴുവനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ കയ്യിലുള്ള പൈസയോ അടിച്ച് വീണ്ടും പുതുക്കാറുണ്ട്. ഇനി അങ്ങോട്ട് അതും പറ്റുകയില്ല. മാസം നമ്മൾ തിരിച്ചടക്കേണ്ടി വരും. നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ഭൂമി സംബന്ധമായിട്ട് ലോൺ എടുക്കാറുണ്ട്, നമ്മൾ ആധാരം വെച്ച് ലോൺ എടുക്കാറുണ്ട്. അതുപോലത്തെയുള്ള കടമ്പകളായിരിക്കും ഇനി സ്വർണ്ണാഭരണം പണയം വെക്കുമ്പോഴും ഉണ്ടാവുക. നമുക്കറിയാം, നമ്മൾ ഭൂമി പണയം വെക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കൈവശ സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ നമ്മൾ നൽകാറുണ്ട്. അതിനുശേഷമാണ് നമുക്ക് പണം ലഭിക്കാറ്. പിന്നീട് നമ്മൾ മാസാമാസമുള്ള തിരിച്ചടവായിരിക്കും നമ്മൾ ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് ഇനി സ്വർണ്ണാഭരണത്തിനും വരാൻ പോകുന്നത്. ഏതായാലും ഇതിൻ്റെ ഔദ്യോഗികമായുള്ള അറിയിപ്പ് ഇതുവരെ എത്തിയിട്ടില്ല. വരും ദിവസങ്ങളിൽ തന്നെ ബാങ്കിനും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഇതിൻ്റെ അറിയിപ്പ് ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ബാങ്കിൽ പണമുള്ള ആളുകൾക്കെല്ലാം ഇത് ബാധിക്കുന്ന വിഷയമാണ്. അവർക്ക് ഇനി അങ്ങോട്ട് പണം ഇപ്പോൾ പുതുക്കി വെക്കാൻ സാധിക്കുകയില്ല. മാസം പണം തിരിച്ചടക്കേണ്ടി വരും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.